ഹലോ ഫ്രണ്ട്സ്, മഴതൊരു മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന പറയാനുണ്ട്, ഗേറ്റ് കടക്കുന്നതിന് മുന്നേ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം, അത് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അപ്പച്ചൻ പറയാം, ഇനി ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട മോളെ, എന്തായാലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, പോട്ടെ നേരെ കടയിലേക്ക് പോട്ടെ, അത് കഴിഞ്ഞ് മതി സംസാരമൊക്കെ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇവർ നേരെ കടയുടെ മുന്നിലേക്ക് ഇരിക്കട്ടെ എന്ന് ബൈജു ചോദിക്കുകയാണ്. അപ്പോൾ ബൈജു പറയുന്നുണ്ട്, വേണ്ട വേണ്ട, നിങ്ങൾ ആരും ഇറങ്ങണ്ട, വണ്ടി ഇവിടെ തന്നെ നിർത്തിയാൽ മതി, ഞാൻ തന്നെ പോയി കടയിലെ ആളിനോട് സംസാരിക്കാം. അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, മോളെ നീ ഒറ്റയ്ക്കാണോ പോകുന്നത്? അതിന് കുഴപ്പമില്ല അപ്പച്ച, ഞാൻ തന്നെ പോയി ചോദിച്ചോളാന്ന്. അങ്ങനെ അലീന നേരെ പ്രൊഫഷണൽ സ്റ്റോറിനകത്തേക്ക് കയറി വരിക. എന്നിട്ട് ലിസ്റ്റ് എടുത്ത് അവിടെ കൊടുത്തിട്ട് പറയാനുണ്ട്, ചേട്ടാ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾക്ക് വേണം, ഈ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൗലോസ് കൊണ്ടു കൊടുത്ത അതേ ലിസ്റ്റ് തന്നെ വീണ്ടും ആ കടയിൽ കൊണ്ട് കൊടുക്കട്ടോ. അങ്ങനെ മുഴുവൻ സാധനങ്ങളും അതേ ലിസ്റ്റ് പ്രകാരം വീണ്ടും എടുപ്പിക്കുകയാണ്. കൗണ്ടറിലിരിക്കുന്ന ആളിനോട് വീണ്ടും അലീന ചെന്ന് ചോദിക്കുന്നുണ്ട്, ചേട്ടാ എല്ലായിടത്തുള്ള പോലും ഇവിടെ ന്യായവിലയ്ക്ക് തന്നെയല്ലേ സാധനം വിൽക്കുന്നത്? അതെ, എന്താ ചോദിച്ചത്? അല്ല, ഇവിടെ വില കൂടുതലാണോ എന്ന് ഞാൻ ചോദിച്ചത്. ഇവിടെ ഒരു വില കൂടുതലുമില്ല, പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുമാണ് വിൽക്കുന്നത്. ആ അത് ശരി, അപ്പോൾ എന്താ കുട്ടി ഇങ്ങനെയൊക്കെ ചോദിക്കുക? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളേ. കൊച്ചിവിടെ ആദ്യമായിട്ടാണോ? ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ. അതെ, ഞാനിവിടെ ആദ്യമായിട്ടാണ്. എവിടെയാ നേരത്തെ? അല്ല, ഞാൻ കഴക്കൂട്ടത്തായിരുന്നു. അത് തിരുവനന്തപുരത്ത് അങ്ങോട്ടല്ലായിരുന്നു? അതെ, തിരുവനന്തപുരത്താണ്. ഇവിടെ ഇപ്പോൾ എവിടെയാണ് താമസം? പുഴയ്ക്ക് അക്കരെയാണോ അതോ ഇക്കരെയാണോ? വീട്ടിലെ പേരെന്താ? അല്ല, സ്നേഹനികേതനം. ഇവിടെ സ്ഥലം വാങ്ങിച്ചു വന്നതാണോ അതോ ജോലിക്കൊന്നാണോ? ജോലിക്കാണല്ലേ, അത് ശരി. ഓ അല്ല, എവിടെയാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല. ഇവിടെ കേണൽ സ്റ്റാൻലി ജോസഫ് ഇല്ലേ, അവിടെയാണ്. ഓ അത് ശരി, അവിടെ ജോലിക്ക് വന്നതാണല്ലേ. ആ അതെ, അത് ശരി. അപ്പം അവിടെ കുറേ ജോലിക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ, എസ്റ്റേറ്റിലും വീട്ടിലും ഒക്കെ ആയിട്ട്. ഇവിടുന്നാണ് അവർ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ഓ അത് ശരി. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ലിസ്റ്റ് കൊണ്ടുപോയി ക്യാഷ് കൗണ്ടറിൽ കൊടുക്കുക കേട്ടോ. അയാളാണെങ്കിൽ മൊത്തത്തിലിരുന്ന് കണക്ക് കൂട്ടാണ്, ഇത്രയും സാധനങ്ങളുടെ കറക്റ്റ് വില അറിയണമല്ലോ. അപ്പോൾ 824 രൂപയായി, 800 രൂപ തന്നാൽ മതി എന്ന് പറയാം കേട്ടോ. അങ്ങനെ അവർ പറഞ്ഞിട്ട്, ഞാനേ സഞ്ചി എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടോ. എന്നിട്ട് അലീന നേരെ വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞിട്ട്, അതെ പൗലോസ് ചേട്ടാ, ബൈജു ചേട്ടനും കൂടെ വിളിച്ചും കൊണ്ട് ഇന്നലത്തെ പറ്റൊന്നും എഴുതിയില്ലല്ലോ, അതെല്ലാം ഒന്ന് കുറിച്ച് വാങ്ങിയിട്ട് വരാവോ? ശരി എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങോട്ട് ഇറക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പച്ചനും ഉണ്ട്. അങ്ങനെ പറ്റ് ബുക്കൊക്കെ ബൈജു എടുത്തുകൊണ്ട് വരുവാണ്. പൗലോസിന് ഇറങ്ങാൻ ഭയങ്കര മടി. അലീന വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പൗലോസ് ചേട്ടാ ഇറങ്ങാത്തത്? ഞാൻ സാധനങ്ങളെല്ലാം വില കുറച്ച് വാങ്ങിയിട്ടുണ്ട്. പൗലോസ് ചേട്ടനെ കടക്കാരൻ പറ്റിക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ? ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ. പൗലോസ് ചേട്ടൻ ഇറങ്ങി വരാൻ, നമുക്ക് കടക്കാരുമായിട്ട് സംസാരിക്കേണ്ടി വരും. അതാ പൗലോസേട്ടനല്ലേ സാധനങ്ങളെ വാങ്ങി, അതുകൊണ്ട് പൗലോസേട്ടൻ്റെ മുന്നിൽ വെച്ച് എന്തായാലും അയാൾക്ക് കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ, ഇറങ്ങി വരാനല്ലേ പറഞ്ഞത്. എന്താ ഇത്ര മടി? അവസാനം പൗലോസം മടിച്ച് ഇറങ്ങി വരണ്ടോട്ടോ കേട്ടോ. അലീനയാണെങ്കിലും പൗലോസിനെയും കൂട്ടി നിർബന്ധിച്ച് ആ കടയുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പച്ചൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഇന്നലത്തെയും ഇന്നത്തെയും എല്ലാം അതിൽ കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ക്യാഷിൽ കൗണ്ടറിക്കണ മുതലാളിയോട് ചോദിക്കട്ടെ. അവരിന്നലെ ബുക്ക് എടുക്കാൻ മറന്നുപോയേ. എല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ടേ. ശരി. അപ്പോൾ അലീന ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, മോക്ക് എഴുത്തും വായനയൊക്കെ അറിയാമല്ലോ, എനിക്ക് കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ല, നീ ആ ബുക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച് നോക്കിക്കേ, അവിടെ പറ്റിയ ബുക്കാണേ. ഇന്നലത്തെയും ഇന്നത്തെയും എല്ലാം കുറിച്ചിട്ടുണ്ട്, രണ്ടും വായിക്കണോ? ആദ്യം ഇന്നത്തെ വായിക്കാം. അരി 40 കിലോ ആണ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. 40 കിലോയോ? എടാ നീ ഇന്നലെ 20 കിലോ എന്നല്ലേ പറഞ്ഞത്? അത് ഇന്നലത്തെയും കൂടെ കൂട്ടിയിട്ടാണ്. ഇന്നലെ അരിവ് 20 കിലോ. പൗലോ, നീ 10 കിലോ എന്നല്ലടാ ഞങ്ങളോട് പറഞ്ഞത്. അത് ശരി. പഞ്ചസാര 15 കിലോ, വെളിച്ചെണ്ണ 10 കിലോ, മൈദ 15 കിലോ, ആട്ട 15. ഇതൊക്കെ തെറ്റാണല്ലോടാ കണക്ക്. ബൈജു, പൗലോ, നിങ്ങൾ ചെന്ന് ആ ജീപ്പിലിരിക്കുന്ന സാധനം മുഴുവൻ ഇങ്ങെടുത്തുണ്ടോ. ഇവിടെ നിന്ന് വാങ്ങിച്ചല്ലേ, ഇവിടെ തന്നെ തൂക്കി നോക്കാം. അപ്പം മുതലാളി അവിടെ നിന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഒരു സംശയം പോലെ? സംശയമുണ്ടേ, അതങ്ങ് തീർത്തേക്കാം. അല്ല, മനസ്സിൽ കിടന്ന അതൊന്ന് സമാധാനം വരില്ലെന്നേ. അതെ ബൈജു ചേട്ടാ, ജീപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്ക്, സാധനങ്ങൾ ഇറക്കാനും കയറ്റാനും ഒക്കെ എളുപ്പമാവും. അല്ല, ഈ പെൺകുച്ച് നിങ്ങളുടെ ആരാ എന്ന് അപ്പച്ചനോട് മുതലാളി ചോദിക്കുകയാണ്. എടാ, ഇതെൻ്റെ കൊച്ചുമോളാ, എൻ്റെ മകൻ സ്റ്റാൻലിയുടെ മകളാണ്. അപ്പം അയാൾ ചമ്മി പോയിട്ടോ, കാരണം അയാളോട് അലീന പറഞ്ഞത് ആ വീട്ടിലെ ജോലിക്കാരിയാണെന്നാണല്ലോ. അപ്പോൾ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിയത് കുട്ടിയല്ലേ?
അല്ല, ഞാൻ വെറുതെ ഒരു വില വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സാധനങ്ങൾ വാങ്ങിയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, കണ്ടോ ബുദ്ധി ബുദ്ധി, ഇത് സ്റ്റാൻലി ജോസഫിൻ്റെ മകളല്ലേ, അപ്പോൾ അതിൻ്റെ ബുദ്ധി കാണില്ലേ എന്നിങ്ങനെ അപ്പച്ചൻ പറയാനുണ്ടോ. അലീന ഇങ്ങോട്ട് കയറി വന്നിട്ട് മട്ടരിയുടെയും പഞ്ചസാരയുടെയും വെളിച്ചെണ്ണയുടെയും എല്ലാത്തിൻ്റെയും വിലകൾ വീണ്ടും വായിക്കാൻ കേട്ടോ. എന്താ ചേട്ടാ വിലയിലൊക്കെ ഇത്രയും വലിയ വ്യത്യാസം? അല്ല പറ്റല്ലേ, അപ്പോൾ പിന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടും. എന്നാലും ഇത് തീവെട്ടി കൊള്ളയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അല്ല, നല്ല സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ എന്ന് അയാളുടെ ഒരു വർത്തമാനം. അപ്പോൾ അപ്പച്ചൻ അങ്ങോട്ട് ദേഷ്യം വന്നു. എന്താടാ നീ തന്തയ്ക്ക് പറക്കാത്ത വർത്തമാനങ്ങൾ പറയുന്നത്? അപ്പച്ച വേണ്ട വേണ്ട, വഴക്കിടാൻ വന്നതല്ലല്ലോ നമ്മൾ. ചേട്ടാ ഇതൊക്കെ ഒന്ന് തൂക്കി നോക്കണം, ചേട്ടൻ പറ്റു ബുക്കിൽ എഴുതിയത് അത്രയും ഉണ്ടോ എന്ന് അറിയണം. അല്ല, ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് തൂക്കിയെടുത്തത്, അതിനൊരു ഗ്രാമ് പോലും കുറയില്ല. നിങ്ങൾ ഈ കൊടുത്തെടുത്ത മറ്റേ 40 കിലോ ഉണ്ടോ? 40 കിലോ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. അതിൽ നിന്നും കുറഞ്ഞു പോയെങ്കിൽ കൊണ്ടുപോയവരെ അമ്മയ്ക്ക് കാണും, ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കുടഞ്ഞിട്ടിട്ട് ബാക്കി കൊണ്ടുവന്നായിരിക്കും. എടാ ചെട്ടത്തരം കാണിച്ചിട്ട് പോക്കൃത്തനം പറയുന്നടാ, മര്യാദയ്ക്ക് നീ സംസാരിച്ചില്ലെങ്കിൽ നിൻ്റെ കടയും കോപ്പും എല്ലാം കൂടെ പിറക്കി ഞാൻ കുളത്തൂപ്പുഴ എറിയും ഞാൻ, മനസ്സിലായോ? സ്റ്റാൻലിയുടെ അപ്പനോട് കളിക്കാൻ മാത്രം നീ വളർന്നോടാ. അപ്പച്ചാ വേണ്ടെന്നേ. അല്ലേ, അവൻ പറഞ്ഞ വർത്തമാനം കേട്ടില്ലേടി, നമ്മൾ വീട്ടിൽ കൊണ്ട് ഈ കുടഞ്ഞിട്ടെന്ന്. സാധനങ്ങൾ വാങ്ങിച്ചിട്ടേ തൂക്കക്കുറവുണ്ടെങ്കിലേ അത് പറയണം, അല്ലാണ്ട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. അതെ എടാ, ഇത്ര വീട്ടിൽ കൊണ്ടുപോയ ഉടനെ അതെങ്ങനെയാ തൂക്കക്കുറവ് വരുന്നത്? ഇവിടുന്ന് തൂക്കിയല്ലടാ കൊണ്ടുപോകുന്നത്. അതെ, സാധനങ്ങളുടെ തൂക്കം കുറഞ്ഞെങ്കിൽ നിങ്ങൾ എന്നോടെല്ലാം സംസാരിക്കണേ, നിങ്ങളുടെ ജോലിക്കാരോട് ചോദിക്കുക. അപ്പോൾ അലീന പറഞ്ഞിട്ട്, അതെ ഇതിൻ്റെയൊക്കെ ഇപ്പം ഈ കാണിക്കുന്ന കാര്യങ്ങളെ ഇതിൻ്റെയൊക്കെ പേര് കച്ചവടം എന്നല്ല, കാപ്പട്ടിയൊന്നാണ്, കപടം, അറിയോ? ഇതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞാലുണ്ടല്ലോ കട പോലും പൊളിച്ചടിക്കുന്ന വരും ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ. കള്ളക്കണക്ക് എഴുതി വാങ്ങിച്ചതിന് പോലീസിനോട് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഇതൊന്നും അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഒന്ന് വേണ്ടാന്ന് ക്ഷമിച്ച് പോവാ. പോട്ടെ. എടാ കൊള്ളാലോ നിൻ്റെ കലാപരിപാടി, നീ എത്ര നാളിങ്ങനെ കൊണ്ടുപോവാടാ ഈ കട എന്ന് അപ്പച്ചനും ചോദിക്കട്ടോ. പൗലോസും ബാജും കൂടി തല കുടിച്ചങ്ങ് നിൽക്കാനിട്ടോ നാണം കിട്ടും. എന്തായാലും നിങ്ങളെല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കും. പക്ഷേ ഇനിയിപ്പോൾ ഇവർക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാം. അല്ല മോളെ, ഇറച്ചിക്കടയിലും മീൻ കടയിലൊന്നും പോകണ്ടേ എന്ന് അപ്പച്ചൻ ചോദിക്കണം. അതൊന്നും വേണ്ട അപ്പച്ച, ഇപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ, ഇവർക്കും കാര്യങ്ങളെല്ലാം പിടികിട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് പോവാം. അപ്പോഴത്തേക്കിനാണ് കടയ്ക്കകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നത്, അതെ നിങ്ങൾ ഇപ്പോൾ ലിസ്റ്റിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചില്ലേ? ഇവിടെ സാധനങ്ങൾ കെട്ടി വെച്ചേക്കാം, നിങ്ങളെന്തേ അത് കൊണ്ടുപോകുന്നില്ലേ? അപ്പോൾ തന്നെ അപ്പച്ചൻ പറയട്ടെ, അതെ നീയും നിൻ്റെ മുതലാളിയും കൂടെ കൊണ്ട് പുഴുകി തിരടാ. അല്ല പിന്നെ മുതലാളി അയാളും കൊണ്ട് നാണം കെട്ട് പോയിട്ടോ, കള്ളക്കണക്കും എഴുതി കള്ളത്തൂക്കവും എഴുതി വെച്ചിട്ട് ആകെ ചമ്മി നാറിപ്പോയി. പൗലോസിനൊരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. പൗലോസ് തല കുനിച്ചിരിക്കട്ടോ. കെട്ടിയ സാധനങ്ങളെല്ലാം കൊണ്ട് അവർ തിരിച്ച് വണ്ടിയിലേക്ക് കയറ്റി വീട്ടിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴി തന്നെ അലീന കയ്യിലിരുന്ന ഫോണെല്ലാം ബൈജുവിനും കൊടുക്കുന്നുണ്ട്, പൗലോസിനും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, നിങ്ങൾ പോകുന്ന വഴിക്ക് കടക്കാരനെ വിളിച്ച് മുന്നറിയിപ്പൊന്നും കൊടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വാങ്ങി വെച്ചു എന്നേ ഉള്ളൂ, ഇത് തന്നെ നിങ്ങൾ വെച്ചോ എന്നും പറഞ്ഞ് കൊടുത്തിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. ആൻ്റപ്പനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. വണ്ടി മുന്നിൽ വന്നുകൊണ്ടന്നെ പൗലോസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു ഒറ്റ പോക്ക് പോവാണ്. പക്ഷെ അലീന പറഞ്ഞുണ്ട്, പൗലോസ് ഏട്ടാ ഒന്ന് നിന്നേ, അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ സീറ്റിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നത് നിങ്ങൾ എന്ന് ബൈജുവിനോട് ചോദിക്കണ്ട്. സാധനങ്ങൾ ഇറക്കി വെക്കണ്ടേ, ഞാൻ പറയുമ്പോൾ മാത്രം ഇറക്കിയാൽ മതി, ഇങ്ങോട്ട് മാറി നിൽക്കുക. അങ്ങനെ രണ്ടുപേരെയും പിടിച്ച് അവിടെ നിർത്താനേട്ടാ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരുന്നത് പറ. രണ്ടുപേരും മിണ്ടുന്നില്ല. ഞാനെല്ലാം കണ്ടുപിടിച്ചല്ലോ, ഇനിയിപ്പോൾ കള്ളം പറഞ്ഞ് തടി തപ്പാനൊന്നും നോക്കണ്ട. എന്നിട്ടും മിണ്ടുന്നില്ല. അപ്പോഴാണ് അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നിൻ്റെയൊക്കെ വായിൽ പഴമാണോടാ? ചോദിച്ചാൽ കേട്ടില്ലേ? പലീന, തട്ടിപ്പ്, വെട്ടിപ്പ്, മോഷണം, കള്ളക്കടത്ത്, പിന്നെ എന്തൊക്കെയാ നിങ്ങൾ തുറന്ന് പറഞ്ഞോ? അല്ല, ബൈജു പറയാണ്ട് കള്ളക്കടത്തൊന്നും ഇല്ലായിരുന്നു. ദുബായിൽ നിന്ന് സ്വർണം കടത്തുക എന്നുള്ളത് മാത്രമല്ല കള്ളക്കടത്ത്, ഈ വീട്ടിൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും കള്ളക്കടത്ത് തന്നെ. ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ പൗലോസ് ഏട്ടൻ പറ, പപ്പയെ പറ്റിച്ച് ഈ കള്ളത്തരം കാണിക്കുന്ന പൈസ നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്ര വീതമാണ് കിട്ടുന്നത്? എൻ്റെ പപ്പയുടെ പൈസ കൊള്ളയടിച്ച് വീതം വെക്കുന്നത് എങ്ങനെയാണെന്ന് പറ. അതോ പപ്പ തന്നെ നിങ്ങളോട് നേരിട്ട് ചോദിക്കണോ? ഞാൻ വിളിക്കാം. ബൈജു പറയുന്നുണ്ട്, വേണ്ട, ആരെയും വിളിക്കണ്ട, ഞങ്ങൾ പൊക്കോളാം. അല്ല, നിങ്ങളോട് പോകാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിലും കള്ളനെ തൊണ്ടി മുതലോടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറുതെ വിടുവാണോ സാധാരണ ചെയ്യുന്നത്? അല്ലല്ലോ. അല്ല, കിട്ടുന്നതിൽ പാതി നമ്മൾ കടക്കാരന് തന്നെ കൊടുക്കണം. ബാക്കി 1/3 ഭാഗം പൗലോസേട്ടന്, ഒരു വീതം വിനോദിന്, പിന്നെ ഒരു പങ്ക് എനിക്ക്. പിന്നെ ഒരാൾക്ക് ഏകദേശം എത്ര വെച്ച് കിട്ടും മാസപ്പടി പറ. പൗലോസേട്ടനെ നോക്കണ്ട, കള്ളൻ്റെ ആശാനാണ്.
ബൈജു ചേട്ടൻ പറ എത്ര കിട്ടും? അല്ല എനിക്ക് 20-25 കിട്ടും. 25 ലക്ഷം? 25 ലക്ഷമല്ല, 25,000 രൂപയോളം കിട്ടും. ആ അങ്ങനെ തെളിച്ച് പറ. പൗലോസേട്ടൻ അപ്പം ഇവരെയും പറ്റിക്കും? മുതലാളിയെ പറ്റിച്ച് കിട്ടുന്ന കാശിൽ ഇവർക്കും കൊടുക്കുമ്പോൾ പൗലോസേട്ടൻ വീണ്ടും പറ്റിക്കും അല്ലേ? ഓ, കള്ളത്തരം കണ്ടുപിടിച്ചാൽ പിന്നെ പൗലോസിൻ്റെ വഴി നാക്കില്ല. അതുവരെ എന്തൊരു ശൗര്യമായിരുന്നു. ആൻ്റപ്പന് ഇതിനകത്ത് വേറെ ഇതൊന്നുമില്ലേ, പങ്കൊന്നുമില്ലേ എന്ന് വീണ്ടും ചോദിക്കാട്ടോ. ഒരു അര വാങ്ങിക്കൊടുക്കും. അരയോ? അതെന്താ? അല്ല, ഒരു അര ഡ്രമ്മ് എന്തിനാണത് കൊടുക്കുന്നത്? അല്ല, കള്ളത്തരം കണ്ടാലും കണ്ടില്ല എന്ന് ഭാവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ശരി, അപ്പോൾ ഇന്നും കൊടുക്കണ്ടേ? അല്ല, കൊടുക്കേണ്ടതാ. വാങ്ങിച്ചിട്ടുണ്ടോ? വണ്ടിയിൽ ഇരിപ്പുണ്ട്. എന്നാൽ അതെടുത്ത് എന്നെ ഏൽപ്പിച്ചേക്കണം. ഇപ്പം വേണ്ട, ഞാൻ പറയാം, അപ്പോഴെന്നെ ഏൽപ്പിച്ചാൽ മതി. ബാജു ചേട്ടൻ്റെ സ്വന്തമായിട്ടുള്ളൊരു വെട്ടിപ്പും തട്ടിപ്പൊക്കെ വേറെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? അല്ല, അത് ഓയില്, പെട്രോൾ, ഡീസല്, സർവീസ്, ഡീസൽ, ഇതിൻ്റെ എല്ലാം ബില്ലുണ്ടാക്കും. നല്ല സേവനം, അത് അസലായിട്ടുണ്ട്. ഇനി ഇന്ന് മുതൽ ഇവിടെയുള്ള വാഹനങ്ങളുടെ ബില്ല്, പേയ്മെൻറ്റ് എല്ലാം, പെട്രോളായാലും ഡീസലായാലും എല്ലാം എന്നോട് ചോദിച്ചാൽ മാത്രം കൊടുത്താൽ മതി. കഴിഞ്ഞതൊന്നും ഇനി ആവർത്തിച്ചിരിക്കരുത്. പറഞ്ഞ മനസ്സിലായല്ലോ? അയ്യോ, ഒരിക്കലുമില്ല, ഞാൻ സത്യം ചെയ്യാം. പപ്പയോട് പറഞ്ഞുള്ള അനുഭവം അറിയാലോ. അടിച്ചോടിക്ക് വിടുന്നു. പൗലോസേട്ടാ, എങ്ങനെ തോന്നി എൻ്റെ പപ്പയോട് ഇങ്ങനെ ചെയ്യാൻ? നിങ്ങൾ എന്തുമാത്രം വിശ്വാസം എൻ്റെ പപ്പയ്ക്ക്. നിങ്ങൾക്ക് വേണ്ടി സ്വന്തം മകളെ പോലെ മാറ്റി നിർത്തിയില്ലേ? വിശ്വസിച്ച ആളെ ചതിക്കുമ്പോൾ ഒരു മനസാക്ഷി കൂത്ത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ പൗലോസേട്ടാ? അയാൾ ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. എന്തായാലും പൗലോസേട്ടൻ്റെ ഇതുവരെയുള്ള പ്രകടനം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊന്നും ചോദിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല പൗലോസേട്ടാ. ശുദ്ധ തെമ്മാടിത്തരമല്ലേ ഇത്രയും നാൾ കാണിച്ചുകൊണ്ടിരുന്നത്? ഒരു വശത്തോടെ പൈസ അടിച്ച് മാറ്റുന്നു പപ്പയുടെ. അത് പോട്ടേന്ന് വെച്ചാലും ഒരു ഉറുമ്പിൻ്റെ അത്രയെങ്കിലും നന്ദിയുണ്ടോ അന്നം തരുന്ന മുതലാളിയോട്? പപ്പ കാണിക്കുന്ന പട്ടിയോട് നന്ദിയുണ്ടോ? പറ. പപ്പ വളർത്തുന്ന പട്ടിയോട് പോലും നിങ്ങൾക്ക് നന്ദിയില്ല. അതാണ് നിങ്ങളുടെയൊക്കെ സ്വഭാവം. രണ്ടുപേരും ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല. വീണ്ടും കുണിഞ്ഞ് നിൽക്കുന്നതല്ലാതെ. പൗലോസ്, ബൗച്ചേട്ടാ, ഈ ഒരു തവണ ഞാൻ ക്ഷമിക്കുന്നു. സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുവച്ചേക്ക്. വലിയ പൂച്ച, ബാ, നമുക്ക് ആൻ്റപ്പൻ ചേട്ടനെ കാണണ്ടേ? വേണം. ഇതിൻ്റെ ചൂട് ആറുന്നതിന് മുന്നേ അവന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തേക്ക്. ബൈജുട്ടാ, ഒരു 1/2 ലിറ്റർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങ് എൻ്റെ കയ്യിൽ തന്നേക്ക്. അങ്ങനെ ബൈജു ആണെങ്കിൽ അതെടുത്ത് അലീനയിലേക്ക് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അലീന അതും വാങ്ങി അപ്പച്ചനെയും കൂട്ടി നേരെ ആൻ്റപ്പനെ കാണാനായിട്ട് പോകണം കേട്ടോ. അയ്യേ, പൗലോസിനാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടാൻ പറ്റാണ്ട് ബൈജുവിനെയും നോക്കി രണ്ടുപേരും കൂടെ ആകെ നാണം കെട്ട് വണ്ടിയിലേക്ക് കയറിയിരിക്കാനുണ്ടോ. അപ്പോൾ തന്നെ ഇവിടെ ആൻ്റപ്പനാണെങ്കിലേ മുറിക്കകത്തൊക്കെ പൊടിയടിക്കാണ്, ഒന്നും അറിയാത്തതുപോലെ. അപ്പോൾ ആൻ്റപ്പ ചേട്ടാന്ന് വിളിച്ചും കൊണ്ട് അലീന ഇങ്ങോട്ട് വരിക കേട്ടോ. അപ്പം ആൻ്റപ്പന് എന്തൊക്കെയോ മനസ്സിലായി, ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അലീന ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാണ്. ആൻ്റപ്പൻ ചമ്മി ഇങ്ങനെ നിൽക്കുകയാണ് അലീനയുടെ മുഖത്ത് നോക്കിക്കൊണ്ട്. ആൻ്റപ്പൻ ചേട്ടനൊന്ന് കണ്ണടയ്ക്കാവോ? അല്ല, എന്തിനാ? അല്ലെന്നേ, ഒന്ന് കണ്ണടയ്ക്ക്. ആൻ്റപ്പൻ ചേട്ടൻ പലരുടെ മുന്നിലും പലതിൻ്റെ മുന്നിൽ കണ്ണടയ്ക്കുന്നുണ്ടല്ലോ, പിന്നെ എൻ്റെ മുന്നിൽ എന്താ കണ്ണടയ്ക്കാൻ ഇത്ര മതി? ഒരു സെക്കൻഡ് നേരം മതിയല്ലോ. അതിൻ്റെ നേട്ടം ആൻ്റപ്പൻ ചേട്ടന് തന്നെ, അല്ല എനിക്കെന്താണ് നേട്ടം? അല്ലെന്നേ, ഏതാണ്ട് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കുഞ്ഞ് പറഞ്ഞതല്ലേ, ഞാൻ കണ്ണടച്ചേക്കാം. ആൻ്റപ്പൻ ചേട്ടൻ ഞാൻ കണ്ണ് അടയ്ക്കുക കേട്ടോ. ഇനിയിപ്പോൾ തുറന്നോ. എന്നിട്ടാണ് ഈ കുപ്പി അങ്ങോട്ട് കയ്യിലേക്ക് കൊടുക്കുന്നത്. അയ്യോ, ഇതെന്തിനാണ്? പിടിക്ക്. അല്ല, ഞാൻ അങ്ങനെ കുടിക്കാറില്ല. ഇത് പിടിക്കാൻ പറഞ്ഞാൽ പിടിച്ചേക്കണം. അതങ്ങ് വാങ്ങാൻ കേട്ടോ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ആൻ്റപ്പൻ ചേട്ടൻ്റെ പണി എന്താണെന്ന്. ഇവിടെ ബൈജു പറഞ്ഞു എന്തിനാണെന്ന് പറഞ്ഞു. പല കള്ളത്തരം കണ്ടിട്ടും കണ്ണടച്ച് കളയണം, അതാണ്. അതിന് വേണ്ടി പൗലോസ് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങി തരാറില്ലേ? അയ്യോ കുഞ്ഞെ, ഞാൻ വാങ്ങി തരുന്നത് ചോദിക്കുന്നതല്ല, അവർ വാങ്ങി തരുന്നതാണ്. അതെ, സാരയില്ല, എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. ഇനി ഒരിക്കലും ആൻ്റപ്പൻ ചേട്ടൻ അവരോടിത് ചോദിക്കരുത്, അവർ തന്നാൽ വാങ്ങിക്കുകയും ചെയ്യരുത്. വേണം ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങിതുപോലെ ഒന്ന് കണ്ണടച്ചാൽ മതി, ഞാൻ അപ്പം തന്നെ വാങ്ങിത്തരാം. മനഃപൂർവ്വം അല്ല കുഞ്ഞെ, അവർ നിർബന്ധിച്ചിട്ട്. വേണ്ട, വിശദീകരണം ഒന്നും വേണ്ട. കേണൽ സാഹിബിനോട് പറയില്ലേ കുഞ്ഞെ, ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അപ്പോൾ അലീനയ്ക്ക് സങ്കടമുണ്ട് കേട്ടോ. അലീന പറഞ്ഞ, ആൻ്റപ്പൻ ചേട്ടനെ എങ്ങനെ തോന്നി എൻ്റെ പപ്പയോട് ഇങ്ങനെ ചെയ്യാൻ? ആൻ്റപ്പൻ ചേട്ടനെ എന്തൊരു വിശ്വാസമാണ് പപ്പയ്ക്ക്. പപ്പയുടെ വലം കൈയല്ലേ ആൻ്റപ്പൻ ചേട്ടൻ. എന്നിട്ടും പപ്പയെ പറ്റിക്കാൻ കൂട്ടു നിന്നല്ലോ അല്ലേ? വിശ്വസിക്കുന്നവരെ ഇങ്ങനെ ചതിക്കരുത് കേട്ടോ, അതിനേക്കാൾ വലിയ പാപം വേറൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ ആൻ്റപ്പന് വല്ലാത്തൊരു സങ്കടമായി പോയിട്ടും തെറ്റ് ചെയ്തു പോയില്ലേ എന്നുള്ള രീതിയിൽ. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്